മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫീൽഡ് വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഗൃഹനില അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങി, അപ്പോൾ ആ ബിസിനസ്സിൽ അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ കാര്യമായിട്ട് നോക്കാതെ അതിനകത്ത് ഫെയിലിയേഴ്സ് ഉണ്ടായി എന്ന് വെച്ചോളൂ, അത് മോശം സമയമാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ ഇതെന്റെ മോശം സമയമാണ്, അതുകൊണ്ട് എനിക്ക് ബിസിനസ്സിൽ കൈവച്ച് കഴിഞ്ഞാൽ ഞാനത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. അപ്പം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പേഴ്സണലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഗൃഹനില അനുസരിച്ച് സമയം മോശമാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി കാണുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ അതൊരു റോഡ് മാപ്പ് ഇട്ട് തരികയാണ്, നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്. നമ്മൾ ഡിസിഷനിൽ സ്റ്റക്ക് ആവുന്ന സമയത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും ഒരു മോട്ടിവേഷനും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉന്നത വിജയത്തിലോട്ട് എത്തണം അല്ലെങ്കിൽ എത്തും എന്നുള്ളൊരു പ്രവചനം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിഹേവിയറും നമ്മുടെ രീതികളും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാറ്റം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഗ്രഹനില എന്നുള്ളതിലുപരിയായിട്ട് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. പഠിക്കാൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇപ്പൊ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് ഈ ജ്യോതിഷം എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ആൻഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല, എന്തായിരിക്കും എന്റെ ഫ്യൂച്ചർ എന്നുള്ളതിനെ പറ്റി. ആ ഒരു ഫ്യൂച്ചർ, പിന്നെ നമുക്ക് പരീക്ഷ വരുന്ന സമയത്ത് അയ്യോ ജയിക്കോ എന്താവും, ആ ഒരു ഭയം. അപ്പൊ ഇത്തരത്തിലുള്ള ഭയം ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ജ്യോതിഷം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ വരുന്ന ഒരു ഫാമിലിയിൽ ഇതെല്ലാം ഗൃഹപ്രവേശം, വിവാഹം, ഇതെല്ലാം ഇതെല്ലാം വിശ്വസിച്ച് ആ ഒരു രീതിക്ക് വരുന്ന ഒരു രീതിയായിരുന്നു എന്റേത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്നിലോട്ട്